സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആദിമസഭ എന്നതിനെ പറ്റിയാണ്. ലോകത്തിൽ ഇന്ന് ഒരുപാട് വിമർശനം ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒരുപാട് കുറ്റം പറച്ചിലുകളും ഒരുപാട് മുറിപ്പെടുത്തുന്ന വാക്കുകളും സഭയ്ക്ക് പലപ്പോഴും കേൾക്കേണ്ടതായിട്ട് വരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പാപം സഭയുടെ മുഴുവൻ പാപമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തികളെ പോലും ആരെങ്കിലും ചെയ്ത തെറ്റിൻ്റെ പേരിൽ ക്രൂശിക്കുന്നു, വിധിക്കുന്നു, പുച്ഛിച്ചു തള്ളുന്നു, അപമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ ആദിമസഭ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുകയാണ്. ആദ്യത്തെ സഭ എങ്ങനെയായിരുന്നു? ആദ്യത്തെ സഭ വെറും 120 വ്യക്തികൾ മാത്രമുള്ളതായിരുന്നു. അതാണ് കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിച്ച ആദ്യത്തെ സഭ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭൂമിയിൽ ഉണ്ടായ ആദ്യത്തെ സഭയെന്ന് പറയുന്നത് വെറും 120 പേർ മാത്രം മാളിക മുറിയിൽ സമ്മേളിച്ചിരുന്ന ആ സഭയാണ്. ആ സഭയുടെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വളരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബമാണ് സഭയുടെ അടിസ്ഥാന ഘടകം. ഫാമിലി ഈസ് ദ ബേസിക് ഫൈബർ ഓഫ് ദ ചർച്ച് എന്നാണ് പറയുന്നത്, സഭ പഠിപ്പിക്കുന്നത്. അതായത് ഞാനും നിങ്ങളുമായിരിക്കുന്ന കുടുംബം ഒരു ഗാർഹിക സഭയാണ്. സഭയുടെ ഏറ്റവും ചെറിയ മോഡലാണ് നമ്മുടെ കുടുംബത്തിൽ കാണുന്നത്. അതുകൊണ്ട് ആദിമസഭ എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും നമ്മുടെ കുടുംബത്തിൽ അഭിഷേകം കടന്നു വരുന്നതിനും കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിനും കാരണമായി തീരും. കർത്താവിൻ്റെ വചനം നമ്മൾ എത്രമാത്രം പഠിക്കുന്നുവോ അത്രമാത്രം നമുക്ക് വളർച്ചയുണ്ടാകുന്നു, അഭിഷേകമുണ്ടാകുന്നു, അനുഗ്രഹമുണ്ടാകും. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ആദിമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അതുതന്നെയാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനോടുള്ള ഒരിക്കലും ആർക്കും വേർപിരിക്കാൻ സാധിക്കാത്ത അഭേദ്യമായ ഒരു സ്നേഹബന്ധം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണ്, അതിശയകരമായ ഒരു യാഥാർത്ഥ്യവുമാണിത്. ലോകത്തിൻ്റെ അവസാനം വരെ, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ, സൃഷ്ടിക്കപ്പെട്ടത് സകലതും മാഞ്ഞു പോകുന്നത് വരെ. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ ലോകത്തിൻ്റെ അവസാനത്തെ പറ്റി പറയുന്നുണ്ട്. ലോകം അവസാനിക്കുന്നത് തീ കൊണ്ട് കത്തിത്തീർന്ന് അഗ്നിയാലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ദൈവം വചനത്തിൽ പറയുന്നുണ്ട്, ഇനി ഒരു വെള്ളപ്പൊക്കം മൂലം ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഒരിക്കലും അവസാനിക്കുകയില്ല. എന്നാൽ പത്രോസ്ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, അഗ്നിയാലായിരിക്കും മുഴുവനും അവസാനിക്കുന്നത്. യേശു പറയാണ്, ലോകത്തിൻ്റെ അവസാനം വരെ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഡോക്ട്രിൻ അല്ല. സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് പഠിപ്പിക്കലുകളല്ല, ഉപദേശങ്ങളല്ല, ആചാരാനുഷ്ഠാനങ്ങളല്ല. ഇതെല്ലാം സഭയിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. കാരണം ആചാര അനുഷ്ഠാനങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അനുഷ്ഠിക്കുന്ന സമയത്തും മാരക പാപത്തിൽ പോലും ഒരു വ്യക്തിക്ക് തുടരാനായിട്ട് സാധിക്കും. എല്ലാ ഉപദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുമ്പോഴും ഹൃദയത്തിൽ വെറുപ്പ് കൊണ്ട് നടക്കാൻ പറ്റും, ഉള്ളിൻ്റെ ഉള്ളിൽ അശുദ്ധി കൊണ്ട് നടക്കാൻ പറ്റും, വലിയ അഹങ്കാരത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്
ഉയർത്തെഴുന്നേറ്റ യേശുവിനോടുള്ള നമ്മുടെ ബന്ധമാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ, മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായിരിക്കെ തന്നെ ശരീരത്തെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കണ്ണുണ്ട്, കാതുണ്ട്, നാവുണ്ട്, കൈകാലുകളുണ്ട്, കിഡ്നിയുണ്ട്, കുടലുണ്ട്, വയറുണ്ട്. പക്ഷേ ആ ശരീരത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ ശരീരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശവം. ഇപ്പം എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ജീവൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇല്ലാതായാൽ ആ ശരീരത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളും ഉപദേശത്തിൻ്റെ കൃത്യതയും വള്ളി പുള്ളി തെറ്റാതെയുള്ള നമ്മുടെ ഡോക്ടറിനൽ പെർഫെക്ഷനും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് ജീവനില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആചാരങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പോകുമ്പോഴും നരകത്തിലേക്കുള്ള യാത്രയിലായിരിക്കാം നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കാതിരിക്കാൻ യേശു തന്ന വാഗ്ദാനമാണ്, ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ലോകത്തിൽ ആരും പറയാത്തൊരു കാര്യം യേശു പറയുന്നുണ്ട്. ലോകത്തിലെ ഒരു ഗുരുക്കന്മാരും പറയാത്തൊരു കാര്യം. ഗുരുക്കന്മാരെല്ലാം ഉപദേശങ്ങൾ തന്നവരാണ്. ലോകമതങ്ങളെല്ലാം നല്ല ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ യേശു പറയുന്നത് താൻ വന്നത് ഉപദേശം തരാൻ മാത്രമാണെന്നല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണ്. അല്പം ജീവനല്ല, ഒരുപാട് ജീവൻ, സമൃദ്ധമായ ജീവൻ, അബൻഡന്റ് ലൈഫ്, കവിഞ്ഞൊഴുകുന്ന ദൈവീക ജീവൻ, വ്യാപിക്കുന്ന ദൈവീക ജീവൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ശരീരത്തിൽ എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ജീവനില്ല എങ്കിൽ ശരീരത്തെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന്. ഇതറിയാവുന്ന യേശു പറയുകയാണ്, നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ജീവനില്ല എങ്കിൽ കേട്ട കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ അച്ചടിച്ചു വച്ചിരിക്കുന്ന ഒരു നിയമങ്ങളും നിങ്ങളെ കൊണ്ട് യഥാർത്ഥത്തിൽ അനുസരിക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളുടെ ജഡം നിങ്ങളെ പുറകോട്ട് വലിക്കും. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ പാപ സ്വഭാവങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും അടിമപ്പെടുത്തും, ഭരിക്കും. നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവനാണ് പ്രിയപ്പെട്ടവരെ സഭയുടെ അടിസ്ഥാനം. യേശുക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മുടെ കുടുംബത്തിൻ്റെയും അടിസ്ഥാനം. യേശുക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളേണ്ടത്. വ്യക്തമാക്കിക്കൊണ്ട് വെളിപാട് പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നു. യോഹന്നാൻ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുകയാണ്. പത്മോസിന്റെ ദ്വീപിൽ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കാൻ വേദനയുടെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ ആരാധന മറന്നു പോകാതിരുന്ന യോഹന്നാൻ നമുക്കൊരു മാതൃകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ ഓർത്തുകൊണ്ട് ആ ഏകാന്തതയുടെ നടുവിൽ കർത്താവിനെ ആരാധിക്കാൻ യോഹന്നാൻ മുട്ടുമടക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. കാഹളനാദത്തിൻ്റെത് പോലുള്ള ഒരു ശബ്ദം, ക്ലാരനറ്റ് ഊതുന്നത് പോലത്തെ ഒരു ശബ്ദം, മനോഹരമായ ഒരു ശബ്ദം. ആ ശബ്ദത്തോടൊപ്പം യോഹന്നാൻ, എൻ്റെ പ്രിയപ്പെട്ട യോഹന്നാൻ എന്നുകൂടി ഈ പ്രിയപ്പെട്ട ശിഷ്യൻ കേൾക്കുകയാണ്. അരുമനാഥന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ യോഹന്നാൻ, കർത്താവിൻ്റെ ശബ്ദം 3.5 കൊല്ലക്കാലം കേട്ടു വളർന്ന യോഹന്നാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ തെറ്റിപ്പോകുന്നില്ല യോഹന്നാന്. യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. കുരിശിൽ മരിച്ച യേശുവിനെ അല്ല കാണുന്നത്, എന്തിനെ ഉത്ഥാനം ചെയ്തപ്പോഴുള്ള രൂപമല്ല കാണുന്നത്, സ്വർഗാരോഹണം ചെയ്തപ്പോഴുള്ള രൂപവുമല്ല കാണുന്നത്. യോഹന്നാൻ കണ്ട രൂപം യോഹന്നാനെ അത്ഭുതപ്പെടുത്തി. മരിച്ചവനെ പോലെ യോഹന്നാൻ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. താബോർ മലയിൽ വെച്ച് ഇതുപോലൊരു അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ ഉണ്ടാകുന്നുണ്ട്. അന്ന് യോഹന്നാൻ വളരെ ചെറുപ്പമാണ്. ഇന്ന് യോഹന്നാൻ 90കളിൽ എത്തി നിൽക്കുന്നു. അന്ന് യോഹന്നാന് 20 വയസ്സോ 22 വയസ്സോ കാണുമായിരിക്കും. അന്നും രൂപാന്തരമലയിൽ യേശുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു. യേശു വന്ന് ഭയപ്പെടേണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരിക്കൽ കൂടി യോഹന്നാൻ യേശുവിനെ കാണുകയാണ്. 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകൾ, അവൻ്റെ കണ്ണുകൾ തീ ജ്വാല പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്.
ശബ്ദം പെരുവെള്ളത്തിൻ്റെത് പോലെയെന്ന്. നയാഗ്ര വെള്ളച്ചാട്ടം ആഞ്ഞു പതിക്കുന്ന സമയത്ത്, വെള്ളം ഭൂമിയിലേക്ക് ആഞ്ഞു പതിക്കുന്ന സമയത്തുണ്ടാകുന്ന ഗംഭീരമായ ശബ്ദം പോലെ കർത്താവിൻ്റെ ശബ്ദം വരുന്നു. എല്ലാം കൊണ്ടും മഹത്വത്തിൻ്റെ കർത്താവിനെ കാണുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. യേശു മാലാഖമാരുടെ നടുവിൽ നിൽക്കുകയല്ല, വിശുദ്ധരുടെ നടുവിൽ നിൽക്കുകയല്ല, കെരൂബുകളുടെ നടുവിൽ നിൽക്കുകയല്ല, സെറാഫുകളുടെയും നടുവിൽ നിൽക്കുകയല്ല. യേശു നിൽക്കുന്നത് 7 വിളക്കുകളുടെ മധ്യത്തിലാണ്, 7 സഭകളുടെ മധ്യത്തിലാണ്. യേശു നിൽക്കുന്നത് സഭയുടെ നടുവിലാണ്. യേശു നിൽക്കുന്നത് ആഗോള വ്യാപകമായി വ്യാപിച്ച് കിടക്കുന്ന യേശുവിൻ്റെ സഭയുടെ നടുവിൽ മഹത്വത്തോടെ കർത്താവ് നിൽക്കുന്നതാണ് യോഹന്നാൻ കാണുന്നത്. യോഹന്നാനെ കർത്താവ് വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നു. യോഹന്നാനെ, സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് പഠിപ്പിക്കലുകളല്ല, സഭയുടെ അടിസ്ഥാനം ആചാരാനുഷ്ഠാനമല്ല, സഭയുടെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ യേശുവാണ്, മഹത്വത്തിൻ്റെ കർത്താവാണ്, രാജാതി രാജനായ യേശുവാണ്. അവനാണ് സഭയുടെ എല്ലാം, അവനാണ് സഭയുടെ ജീവൻ, അവനാണ് സഭയുടെ വിളക്ക്, അവനാണ് സഭയുടെ പുനരുത്ഥാനവും ശക്തിയും എല്ലാം യേശു തന്നെയാണ്. വിളക്കുകളുടെ മധ്യത്തിലായി നിൽക്കുന്ന യേശു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ ഇതുപോലെ യേശു ക്രിസ്തു മഹത്വവാനായി നിൽക്കാൻ നമ്മൾ അനുവദിക്കാമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ യേശു ക്രിസ്തു ഇതുപോലെ തേജസ്സുള്ളവനായി കടന്നു വരുവാൻ നമ്മൾ അനുവദിക്കുമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കൾ വഴി തെറ്റത്തില്ല, നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പോകും, നമ്മുടെ മക്കൾ വിശുദ്ധിയിൽ വളരും, എങ്ങും അവർക്ക് വഴി തെറ്റുകയില്ല. പക്ഷേ കർത്താവ് ഇതുപോലെ വിളക്കുകളുടെ മധ്യത്തിൽ രാജാതി രാജനായി നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ സഭയിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടായ്മകളിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ കോൺഗ്രിഗേഷനിൽ നിൽക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. എൻ്റെ കർത്താവിന് തേജസ്സോടെ വന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവിടുന്ന് തന്നെയാണോ കർത്താവ്? പ്രിയപ്പെട്ടവരെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-ാം തിരുവചനം, 2 കൊറിന്ത്യർ 3:17, അവിടെ ഇപ്രകാരം പറയുന്നു: കർത്താവ് ആത്മാവാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം, കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുന്ന നാം എല്ലാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗ്ലോറി, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവായ ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിലാണ്. ദൈവം ആർക്ക് തിരുമനസ്സായി കൊടുക്കുന്നു അവർക്ക് മാത്രമേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് ആത്മാവാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിളിക്കുന്നത് കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ചാൽ അടിമത്തമില്ല, പാപത്തിൻ്റെ അടിമത്തമില്ല, ജഡത്തിൻ്റെ അടിമത്തമില്ല, ലോകമോഹങ്ങളുടെ അടിമത്തമില്ല, തഴക്ക ദോഷങ്ങളുടെ അടിമത്തമില്ല, പൈശാചിക അടിമത്തങ്ങളില്ല, അന്ധകാരത്തിൻ്റെ അടിമത്തമില്ല. കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യം എവിടെയുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എവിടെയുണ്ടോ, അത് വ്യക്തിയായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സഭയായിക്കോട്ടെ, കോൺഗ്രിഗേഷൻ ആയിക്കോട്ടെ, ധ്യാന കേന്ദ്രമായിക്കോട്ടെ, അവിടെ നമുക്ക് ലിബർട്ടി ഉണ്ട്, അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ നമുക്ക് അടിമത്തം ഇല്ലാത്തൊരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. കർത്താവ് മനസ്സായാൽ മാത്രമേ നമുക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാൻ പറ്റൂ. മഗ്ദലന മറിയത്തിന് യേശുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് മഗ്ദലന മറിയത്തിന് മനസ്സിലായില്ല. മറിയം എന്ന് പേര് ചൊല്ലി വിളിച്ചപ്പോഴാണ് മഗ്ദലന മറിയത്തിന് അത് കർത്താവാണെന്ന് മനസ്സിലായത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ട് അവർക്കും മനസ്സിലായില്ല. പക്ഷെ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. കാരണം കർത്താവ് ആത്മാവാണ്, അതുകൊണ്ട് അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലായില്ല. എപ്പോഴാണോ യേശു തിരുമനസ്സാകുന്നത് അപ്പോൾ മാത്രമേ അവിടുത്തെ രൂപം നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ എല്ലാവർക്കും ദൈവം തരുന്ന ഒരു ദാനമുണ്ട്. എന്താണെന്നറിയാമോ? ആത്മാവായ ദൈവത്തെ അനുഭവിച്ചറിയാൻ,
ആത്മാവായ ദൈവത്തെ ആത്മാവിൽ രുചിച്ചറിയാൻ, എന്നിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ, അങ്ങനെ ആത്മീയമായിട്ട് വളരുവാൻ ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് എല്ലാം ഉണ്ടായിട്ടും യേശുവിൻ്റെ മക്കൾ പാപത്താൽ തോറ്റുപോകുകയാണ്, പാപത്താൽ പിടിക്കപ്പെടുകയാണ്, പാപം അവരെ കീഴ്പ്പെടുത്തുകയാണ്. വിശുദ്ധിയിൽ വളരാൻ അനേകരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്താണ് കാരണമെന്നറിയാമോ? കർത്താവിൻ്റെ ആത്മാവില്ല. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനോട് അഭേദ്യമായ ഒരു ബന്ധം നമുക്കില്ല. ആദിമസഭയ്ക്ക് അതുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ എല്ലാമായിരുന്നു. അവരുടെ സകല കാര്യങ്ങളിലും അവരുടെ കൂടെ നിന്നവൻ യേശു. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് നമ്മുടെ കൂടെ ബസ് സ്റ്റാൻഡിലും, നമ്മുടെ കൂടെ ചന്തയിലും, നമ്മുടെ കൂടെ സ്കൂളിലും, കോളേജിലും, അടുക്കളയിലും എല്ലായിടത്തും യേശു രാജാവായിട്ട് നമ്മുടെ കൂടെ വരുന്ന അനുഭവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാമതായി ആദിമസഭയുടെ പ്രത്യേകതയായിട്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിനോടുള്ള അഭേദ്യമായ ഒരു സ്നേഹബന്ധം. രണ്ടാമത്തെ പ്രത്യേകത, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു, അവർ സ്വീകരിച്ചു. അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കൊടുക്കേണ്ട ഒരു വില അവർ സന്തോഷപൂർവ്വം കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് 10 മിനിറ്റ് പോലും കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാൻ സമയമില്ല. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണാണ്. അത് അങ്ങോട്ട് കറക്കിയും ഇങ്ങോട്ട് കറക്കിയും ഉറക്കം വരുന്നത് വരെ നമ്മൾ അതിൻ്റെ കൂടെ മുഴുവൻ സമയവും ചെലവഴിച്ചുകൊണ്ട് ജഡികരായി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. ജഡികരായി ഉറങ്ങാൻ കിടക്കുന്ന നമുക്ക് പ്രഭാതത്തിൽ ആത്മീയരായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും പറ്റുകയില്ല. രാത്രിയിൽ ജഡികരായി കിടന്നുറങ്ങുന്നവർക്ക് പ്രഭാതത്തിൽ ആത്മീയ മനുഷ്യൻ്റെ വേഷമെടുത്ത് അണിയാൻ പറ്റുകയില്ല. പ്രഭാതത്തിൽ ആത്മീയ മനുഷ്യൻ്റെ മുഖം മൂടി അണിയാൻ പറ്റുകയില്ല. അവനെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. പ്രഭാതത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. ആദിമസഭ ചെയ്ത് എന്താണെന്നറിയാമോ? അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ഒരു വില കൊടുത്തു. അതായത് കർത്താവിന് വേണ്ടി അവർ കാത്തിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അവർ എളിമയോടെ നിന്നു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനത്തിന് വേണ്ടി അവർ കൊതിയോടെ കാത്തിരുന്നു. 10 ദിവസമാണ് പരിശുദ്ധാത്മാവ് നിറയാൻ അവർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ ബ്രദറെ, 5 ദിവസമൊക്കെ എങ്ങനെയാ പോയി ധ്യാനം കൂടുന്നത്? അതുകൊണ്ട് കുറെ കൂടെയൊക്കെ വാരാന്ത്യ ധ്യാനങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാ. വാരാന്ത്യ ധ്യാനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ 5 ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കാനൊന്നും പറ്റുകയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല എന്നാ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ വില കൊടുക്കേണ്ടതിന് വില കൊടുക്കുന്നില്ല. ആദിമസഭ 10 ദിവസത്തോളം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനം അവർ പൂർണ്ണ ശക്തിയോടുകൂടെ പ്രാപിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലും ആദിമസഭ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനെപ്പറ്റി ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കൊടുങ്കാറ്റിൻ്റെ ശബ്ദം അവിടെയുണ്ടായി. അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു, പ്രവചിച്ചു. പരിശുദ്ധാത്മ വരങ്ങളും അഭിഷേകവും അവിടെ കവിഞ്ഞൊഴുകി. അപ്പോസ്തല പ്രവർത്തനം 4-ലാകട്ടെ ഇതിനേക്കാൾ കട്ടി കൂടിയ അളവിൽ വന്നിട്ട് സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. 4 ഭിത്തിയും കിടുകിടാ വിറയ്ക്കുകയാണ്. അവർ സമ്മേളിച്ചിരുന്ന സ്ഥലത്തിന് പോലും ദൈവത്തിൻ്റെ ശക്തിയെ ഉൾക്കൊള്ളാൻ പറ്റാതെ സ്ഥലം കുലുങ്ങുകയാണ്. ഇതൊക്കെ എവിടെ പോയി പ്രിയപ്പെട്ടവരെ? 1982 അർജന്റീന എന്ന് പറയുന്ന രാജ്യത്ത് 65,000-ഓളം യുവജനങ്ങളെ ഒരു ശുശ്രൂഷകൻ വിളിച്ചുകൂട്ടി. അർജന്റീനയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ അന്ന് വരെ ഫുട്ബോളിന് വേണ്ടി മാത്രം അലറി വിളിച്ചിരുന്ന ജനങ്ങളെ കണ്ടിട്ടുള്ള ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ 12 വർഷത്തോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിനു ശേഷം തൻ്റെ രാജ്യത്തിലെ 12 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങൾ, ഒരു പ്രത്യേക സ്ഥലത്തെ 12 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ പ്രത്യേകമായ വിധം അദ്ദേഹം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അത് 12 വർഷത്തോളം പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കൈ കിട്ടിയത് 65,000 പേരെയാണ്. നിങ്ങളൊന്ന് ഓർക്കുക, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും സാത്താൻ തടയേണ്ടത് തടയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് നല്ല ഒരു വിഭാഗം യുവജനങ്ങളെ യേശുവിന് വേണ്ടി കിട്ടി. അദ്ദേഹം 65,000-ഓളം യുവജനങ്ങളെ ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ, അർജന്റീനയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ അദ്ദേഹം വിളിച്ചു കൂട്ടി. ആരാധന ഉയർന്നു, പാട്ട് പാടാൻ തുടങ്ങി. ദൈവത്തെ യുവജനങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കാൻ തുടങ്ങി. ആരാധനയുടെ മധ്യത്തിൽ ദൈവവചന പ്രഘോഷണം ആരംഭിച്ചു. അതിൻ്റെ ഇടയിൽ സുവിശേഷ പ്രഘോഷകൻ ഇപ്രകാരം പറഞ്ഞു, മക്കളെ,
ആദിമസഭയിൽ വന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ഞാൻ കഴിഞ്ഞ 12 കൊല്ലമായി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ യേശുവിൻ്റെ സ്വന്തമാകാൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് നിറയപ്പെടാൻ. അതുകൊണ്ട് മക്കളെ, ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് നിറയപ്പെടാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 65,000-ഓളം വരുന്ന യുവജനങ്ങൾ 2 കരവുയർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങി. അർജന്റീനയിൽ ഭൂമി കുലുക്കമുണ്ടായ അർജന്റീനയിൽ ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നം ഇതാണ്: റിച്ചർ സ്കെയിലിൽ അത് രേഖപ്പെടുത്തിയില്ല. എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കത്തെ രേഖപ്പെടുത്തേണ്ട ഉപകരണമാണ് ഈ റിച്ചർ സ്കെയിൽ. അതിൽ ഭൂമി കുലുക്കം രേഖപ്പെടുത്തിയേയില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയൊരു ഭൂമി കുലുക്കമുണ്ടായിട്ട് ഒരു ഉപകരണത്തിൽ പോലും അത് രേഖപ്പെടുത്തിയില്ല. അതേ പ്രിയപ്പെട്ടവരെ, അത് തകർക്കാൻ വന്ന ഭൂമി കുലുക്കമായിരുന്നില്ല. പകരം ആദിമസഭയിൽ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ 120 പേര് അല്ലെങ്കിൽ 250 പേര് അല്ലെങ്കിൽ 500 പേര് ആ 4-ാം അധ്യായത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചപ്പോൾ സമ്മേളന സ്ഥലം കുലുങ്ങിയതുപോലെ 65,000-ഓളം യുവജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അർജന്റീന പ്രദേശത്ത് ഭൂമി കുലുങ്ങുമാറ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദിമസഭ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തു. 3, ആദിമസഭ യേശുവിൻ്റെ മുഴുവൻ വചനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. ഇന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു അത് മത്തായിക്ക് തോന്നിയതാണ്, അല്ലെങ്കിൽ ലൂക്കായുടെ ആശയമാണ്, അല്ലെങ്കിൽ അത് യോഹന്നാൻ്റെ ഐഡിയയാണ്, അല്ലെങ്കിൽ അത് മർക്കോസിൻ്റെ തിയോളജിയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് അവൻ ജീവിക്കേണ്ടതെന്ന് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ആദിമസഭ കർത്താവിൻ്റെ വചനത്തെ വളരെ ബഹുമാനിച്ചു. കാരണം യേശു പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 12:24 യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അവർക്കത് അറിയാമായിരുന്നു. തങ്ങൾക്ക് തെറ്റുപറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? കർത്താവിൻ്റെ വചനത്തിന് അവർ വളരെ പ്രാധാന്യം കൊടുത്തു. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഇതായിരുന്നു കർത്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൽപ്പന. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പിതാവിൻ്റെ വാഗ്ദാനം ലഭിക്കുന്നത് വരെ ജെറുസലേം എന്ന് പറയുന്ന ഈ സ്ഥലം നിങ്ങൾ വിട്ടു പോകരുത്. വചനത്തെ അവർ അതുപോലെ തന്നെ അനുസരിച്ചു. അവർക്ക് തോന്നിയ സ്ഥലത്തോട്ടൊന്നും പോകാതെ വചനം പറഞ്ഞതുപോലെ അവർ ജെറുസലേമിൽ കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ആദിമസഭ വചനത്തെ ഒരുപാട് ഉയർത്തി. 4-ാമത്തെ പ്രത്യേകത, ആദിമസഭയിൽ ഐക്യമുണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും സഹോദരങ്ങളോടും മറ്റ് സ്ത്രീകളോടുമൊപ്പം അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. സഭാപ്രസംഗകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ അവർക്ക് കഴിയും. അതിൽ ഒരുവൻ വീണാൽ മറ്റൊരുവന് താങ്ങാൻ കഴിയും. സഭാപ്രസംഗന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒറ്റയ്ക്കായിരിക്കുന്ന ഒരുത്തനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞേക്കാം, എന്നാൽ 2 പേരുണ്ടെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, അതിൻ്റെ നടുക്ക് യേശു. അതാണ് മുപ്പിരി ചരട്. 3 ചരടുകൾ കൂട്ടിച്ചേർത്തിയ കയർ, അതിനാണ് മുപ്പിരി ചരട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വേഗം പൊട്ടുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയുടെ മക്കൾ ഐക്യത്തോടെ നിൽക്കുമ്പോൾ, എല്ലാവരും സ്നേഹത്തോടെ നിൽക്കുമ്പോൾ, അതിൻ്റെ നടുവിലായിട്ട് യേശു ക്രിസ്തുവും കൂടി കടന്നു വരുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7 വിളക്കുകളുടെ നടുവിൽ കണ്ടോ, സഭയുടെ ഐക്യത്തിൻ്റെ നടുവിലാണ്, സ്നേഹത്തിൻ്റെ നടുവിലാണ് യേശു ക്രിസ്തു രാജാവായിട്ട് കടന്നു വരുന്നത്. ഐക്യത്തോടെ നിൽക്കുമ്പോൾ അവിടെ സാത്താന് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കുടുംബം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭയുടെ അടിസ്ഥാന ഘടകമാണ്. അവിടെ ഭാര്യ, ഭർത്താവ്, മക്കൾ ഐക്യത്തോടെ നിൽക്കുന്നു. നടുക്ക് യേശു ക്രിസ്തു രാജാവും കൂടെ ആകുമ്പോൾ മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. കുടുംബം തകരത്തില്ല എന്നർത്ഥം. കുടുംബത്തെ തകർക്കാൻ ശത്രുവിന് പറ്റില്ല എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ആദിമസഭ വളരെ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഈ നിലപാടുകളെ ഞാനും നിങ്ങളും സ്വീകരിക്കുമെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവേ, ആദിമസഭ ഞങ്ങളുടെ മുമ്പിൽ ഒരു പാറ്റേണായി നിൽക്കുന്നു, ഒരു മോഡൽ പോലെ നിൽക്കുന്നു. അവർ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. ആ വഴിയിലൂടെ പോകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി,
യേശുവേ ആരാധന.